ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊന്നക്കുഴി ചക്രവാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലി ഇറങ്ങി. കുണ്ടായി ചൊക്കന റോഡിലാണ് കാർ യാത്രക്കാർ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെ ഇതുവഴി വന്ന കാറിന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. വികസിത മേഖലകൾ തച്ചുടക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ നിർണയം മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. 1000-ഓളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും. എറിയാട് സായാഹ്ന ധർണ തുടരും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊന്നക്കുഴി ചക്രവാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് പെരിങ്ങിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് സ്വദേശി 26 വയസ്സുള്ള മേഴാറ്റൂർ കാഞ്ഞിരവളപ്പിൽ ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന കൂട്ടനാട് ചിത്തിരങ്കാട്ട് വളപ്പിൽ 18 വയസ്സുള്ള യദുകൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത്. ബൈക്കിലുണ്ടായിരുന്ന 2 പേരുടെയും പരിക്ക് ഗുരുതരമാണ്. ഇരുവരെയും ആദ്യം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി വിഷൻ ആശുപത്രിയിലേക്കും മാറ്റി. ബൈക്ക് യാത്രികർ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്യുകയായിരുന്നെന്ന് ഓട്ടോ ടാക്സി ഡ്രൈവർ വെട്ടിക്കാടൻ ബൈജു പറയുന്നു. അല്ലല്ല എന്തുണ്ടായേട്ടാ? ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടിയാണ് ബൈക്ക് ഓടിച്ചായിരുന്നു. അവിടെ നിന്ന് ഞാൻ അവരെ കൺട്രോൾ പോയിട്ട് നേരെ വന്നിട്ട് വണ്ടിമ്മ കയറായിരുന്നു. കുറച്ച് തലേന എന്തൊക്കെ മുറിവൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? എൻ്റെ വീട് പെരിങ്ങിക്കുത്ത്. സ്പീഡിലായിരുന്നു അവര് ബൈക്ക്? അവര് ഓവർ സ്പീഡായിരുന്നു. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വരായിരുന്നു. നിങ്ങൾക്ക് വല്ലതും പറ്റിയോ രണ്ടുപേർക്കും? ഞങ്ങൾക്കില്ല. ഞങ്ങൾ എൻ്റെ മൂത്തോളും കൂടി ഇത് മകളാണ്, ഇളയതാണ്. ടെൻഷൻ കേട്ടോ പറയുമ്പോ. മൂത്താളെ ഞാൻ കയറ്റി വിട്ടു. ആള് കോളേജിൽ പോണതാണ്. ആൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ഇല്ല, ആൾക്കൊന്നും പറ്റിയില്ല. മോൾക്കപ്പ എന്താ പറ്റിയ? അത് ആ ഗ്ലാസ് തട്ടിച്ച് ചില്ല് അടിച്ചതാണ്. പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ? ഇപ്പൊ വിളിച്ചായിരുന്നു. ഏതാ അതിരപ്പള്ളിയാ? ഇല്ല, ചാലക്കുടി പോലീസിൽ അറിയിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓട്ടോയിലുണ്ടായിരുന്ന ബൈജുവിന്റെ മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് തട്ടി നെറ്റിയിലാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മകളെ ചാലക്കുടിയിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. മീഡിയ ടൈം, ചാലക്കുടി. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലി ഇറങ്ങി. കുണ്ടായി ചൊക്കന റോഡിലാണ് കാർ യാത്രക്കാർ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെ ഇതുവഴി വന്ന കാറിന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. കാർ യാത്രക്കാരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ഹാരിസൺ കമ്പനിയുടെ മാനേജറുടെ ബംഗ്ലാവിലേക്കുള്ള റോഡിലൂടെ പുലി പോയതായി യാത്രക്കാർ പറയുന്നു. ഈ പ്രദേശത്ത് പുലി ഇറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കൊന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാറിയാണ് പുലിയെ യാത്രക്കാർ കണ്ടത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണെങ്കിലും ആദ്യമായാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ അതിനെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. വികസിത മേഖലകൾ തച്ചുടക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ നിർണയം മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. 1000-ഓളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും. എറിയാട് സായാഹ്ന ധർണ തുടരുന്നു. എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശത്തെ ഏറ്റവും വികസിതമായ ഏകദേശം 500 കോടിയിലധികം രൂപ വരുന്ന വ്യാപാര വ്യവസായ വാണിജ്യ കെട്ടിടങ്ങൾ ഇല്ലാതാക്കി 100-ലധികം വർഷം പഴക്കമുള്ള എറിയാട്, പേ ബസാർ, മേനോൻ ബസാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ അങ്ങാടികളും അതിനോടൊപ്പം വികസനം പ്രാപിച്ച ചേരമാൻ, ആറാട്ടുവഴി ലൈറ്റ് ഹൗസ്, പുത്തൻപള്ളി ബസാറുകളും പരിപൂർണമായും ഇല്ലാതാക്കി 300-ലധികം വരുന്ന വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങളും തൊഴിലും നഷ്ടപ്പെടുന്നു. അതിൽ ജോലി ചെയ്യുന്ന 1000-ലധികം വരുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എറിയാട് മുതൽ അഴിക്കോട് വരെയുള്ള 4.5 കിലോമീറ്റർ തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ 12 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ എറിയാട് സൗഹൃദവേദിയുടെയും ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര കമ്മിറ്റിയുടെയും പ്രസിഡന്റായ PA കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. VM കരീം, KK ബാബു, PA ബാബു, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ,
KM ഷൗക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ, സലാം അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. അതിരപ്പിള്ളിയിൽ മരത്തിൽ നിന്ന് വീണ ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. വാച്ചുമരം കോളനി നിവാസി 22 വയസ്സുള്ള സുധീഷിനാണ് പരിക്കേറ്റത്. എടനമരത്തിൽ നിന്ന് കായ്കനികൾ പറിക്കാൻ കയറിയതായിരുന്നു സുധീഷ്. ഇതിനിടെ മരത്തിൽ നിന്ന് വീഴുകയായിരുന്നു. കോളനി നിവാസികൾ ചേർന്ന് സുധീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് 41 ഡിഗ്രിയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെയും ചൂടുയരും. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മെയ് 1 വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത വേനലിൽ ചക്കയും മാങ്ങയും സുലഭമായതോടെ വാനരപ്പട കാടുകുറ്റിയിൽ തമ്പടിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ 6ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ 6ഓളം കുരങ്ങന്മാർ വിലസുന്നത്. കൗതുകത്തിന് നൽകുന്ന ഭക്ഷണം പിന്നീട് കിട്ടാതെ വരുമ്പോൾ ഇവ ആക്രമണത്തിലേക്ക് തിരിയും. വനംവകുപ്പിനെ വിവരം അടിയന്തരമായി അറിയിച്ചിട്ടുണ്ടെന്നും കുരങ്ങുകളെ ഉപദ്രവിക്കരുതെന്നും വാർഡ് മെമ്പറും കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടിയായ PC അയ്യപ്പൻ പറഞ്ഞു. ചക്കയും മാങ്ങയും കിട്ടാതെ വരുമ്പോൾ കുരങ്ങുകൾ പുഴയോരം ചേർന്ന കാട്ടിലേക്ക് ചേക്കേറുമെന്നാണ് പ്രതീക്ഷ. അന്നമനട പ്രണവം സംഗീത സഭയുടെ 35ാമത് വാർഷികം ആഘോഷിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രണവം സംഗീത സഭ പ്രസിഡന്റ് TN സുശീലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിൽ നിന്നും പ്രണവ പുരസ്കാരം അന്നമനട മുരളീധര മാരാർ ഏറ്റുവാങ്ങി. വിൽസൺ അന്നമനട, ബാബുരാജ് N സതീശൻ, ഹരിദാസ് അന്നമനട, വാർഡ് മെമ്പർ KK രവി നമ്പൂതിരി, MK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അക്ഷരശ്ലോക വിദഗ്ധനും എഴുത്തുകാരനുമായ കടലായിൽ പരമേശ്വരൻ ഓർമ്മദിനം ആചരിച്ചു. പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ ആരാണ് നയിക്കുന്നത്, ആരാണ് വളർത്തുന്നത്, ഒരു നല്ല വ്യക്തിയെ ആരാണ് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്, ആരാണ് നമ്മുടെ സമൂഹത്തിലെ ആ വ്യക്തിത്വത്തോടൊപ്പം തന്നെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ തന്നെ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അധ്യാപകൻ തന്നെയാണ്. യാതൊരു സംശയവും ആർക്കും വേണം. ഒരു ഭരണകൂടമോ ഭരണാധികാരിയോ എന്നതിൽ നിന്നുപരിയായിട്ട് ഒരു അധ്യാപകനാണ്. എന്നെയും നിങ്ങളെയും ആരാണ് വളർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അധ്യാപകനാണ്. രക്ഷിതാക്കളെക്കാൾ ഉപരിയായിട്ട് എൻ്റെയും നിങ്ങളുടെയും സ്വഭാവ രൂപീകരണങ്ങളിലും അതോടൊപ്പം തന്നെ ഞാൻ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാർഗനിർദ്ദേശങ്ങളിലൂടെ നല്ല അറിവ് പകർന്നു നൽകിക്കൊണ്ട് നമുക്കിടയിലേക്ക് വളരെ ശാന്തമായിട്ട്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പരമേശ്വരൻ സ്മാരക അവാർഡ് കണ്ണമൂല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതി സെക്രട്ടറി K വേലപ്പൻ പിള്ളക്ക് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ SK വസന്തൻ, K വേലപ്പൻ പിള്ള, PTN വാസുദേവൻ മൂസ്, ശ്രീധരൻ കടലായി, PB ഋഷികേശൻ, MC പോൾ, രമ വടശ്ശേരി, PV കൃഷ്ണൻ കൂഴൂർ, KN വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. സമന്വയ പ്രസിഡന്റ് TA രാജൻ ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TV പ്രജിത്ത്, പൊതുപ്രവർത്തകരായ KV നൈജോ, VM ആന്റണി, IR രാജൻ, റിട്ടയർഡ് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മിനി P നാരായണൻകുട്ടി, സണ്ണി ഏറ്റുമാനൂക്കാരൻ, ഡോക്ടർ ആനന്ദ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ ചികിത്സ തേടി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മടത്തുംപടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മടത്തുംപടി മാം ആശുപത്രി, പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. പൂപ്പത്തി മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു.
പണ്ടാരയടുപ്പിൽ ദീപം തെളിയിക്കൽ ചടങ്ങിന് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മേൽശാന്തി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് നിവേദ്യം തെളിയിക്കൽ, പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊന്നക്കുഴി ചക്രവാണിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാലപ്പിള്ളി കുണ്ടായിയിൽ റോഡിൽ പുലി ഇറങ്ങി. കുണ്ടായി ചൊക്കന റോഡിലാണ് കാർ യാത്രക്കാർ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെ ഇതുവഴി വന്ന കാറിന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. വികസിത മേഖലകൾ തച്ചുടക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ നിർണയം മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം. 1000-ഓളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും. എറിയാട് സായാഹ്ന ധർണ തുടരും. ന്യൂസ് റൗണ്ട് അപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.